നമസ്കാരം. വളരെ പ്രധാനപ്പെട്ട വാർത്തകൾ സംഭവിച്ചൊരു വാർത്താ ദിനമാണ്. ഈ വാർത്താ സായാഹ്നത്തിൽ ഈ വാർത്തകളെല്ലാം നമ്മൾ സമഗ്രമായി പരിശോധിക്കുന്നു. വാർത്താ സന്ധ്യ ആരംഭിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. തദ്ദേശ പോരിലേക്ക് കേരളം. കേരളത്തിൽ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഡിസംബറിൽ 2 ഘട്ടങ്ങളിലായി നടക്കും. ഡിസംബർ 9 തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിലും ഡിസംബർ 11 തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലുമാണ് വോട്ടെടുപ്പ്. ഡിസംബർ 13 ഫലമറിയാം. സംസ്ഥാനത്ത് മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ 7 ജില്ലകളിൽ 2025 ഡിസംബർ 9 ചൊവ്വാഴ്ചയായിരിക്കും പോളിംഗ്. തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ 2025 ഡിസംബർ 11 വ്യാഴാഴ്ചയായിരിക്കും പോളിംഗ്. വോട്ടെണ്ണൽ നടത്തുന്നത് കൗണ്ടിംഗ് 2025 ഡിസംബർ 13 ശനിയാഴ്ചയാണ്. വോട്ടെടുപ്പ് കഴിഞ്ഞ ഫലത്തിനായി ഒരു ദിവസത്തെ മാത്രം കാത്തിരിപ്പ്. ഈ മാസം 21-നാണ് നാമനിർദ്ദേശ പത്രിക നൽകേണ്ട അവസാന തീയതി. 22-ന് സൂക്ഷ്മ പരിശോധന. പത്രിക പിൻവലിക്കേണ്ട അവസാന തീയതി 24-നാണ്. 941 ഗ്രാമപഞ്ചായത്തുകൾ, 152 ബ്ലോക്ക് പഞ്ചായത്ത്, 14 ജില്ലാ പഞ്ചായത്ത്, 86 മുനിസിപ്പാലിറ്റികൾ, 6 കോർപ്പറേഷൻ, ഇങ്ങനെ 1199 തദ്ദേശ സ്ഥാപനങ്ങളിലെ 23,576 വാർഡുകളിലേക്കാണ് വോട്ടെടുപ്പ്. സംവരണ വാർഡുകളുടെ എണ്ണം 12,035. 33,746 പോളിംഗ് ബൂത്തുകളാണ് സജ്ജമാക്കുക. 2,84,00,000 വോട്ടേഴ്സാണ് പോളിംഗ് ബൂത്തിലെത്തുക. ഇതിൽ 1,49,00,000 സ്ത്രീ വോട്ടേഴ്സ്, 272 ട്രാൻസ്ജെൻഡേഴ്സ് വോട്ടേഴ്സ്, 2,841 പ്രവാസി വോട്ടേഴ്സ്. വോട്ടെടുപ്പിന് ഇനി 29 നാൾ. നാടാകെ തിരഞ്ഞെടുപ്പ് പൂരത്തിലേക്ക്. നാടിന്റെ മുക്കിലും മൂലയിലുമുള്ള തിരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ സമഗ്രമായി പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ടീം 24 സജ്ജം. ക്യാമറമാൻ ജിനോസ് രാജിനൊപ്പം ഷഫീദ് റാവുത്തർ, 24 തിരുവനന്തപുരം. തദ്ദേശ തെരഞ്ഞെടുപ്പിന് സജ്ജമായി മുന്നണികൾ. സംസ്ഥാന സർക്കാരിന്റെ ക്ഷേമ പദ്ധതികളും വികസന നേട്ടങ്ങളും വോട്ടാകുമെന്നാണ് LDFന്റെ പ്രതീക്ഷ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സർക്കാർ വിരുദ്ധ വിധിയെഴുത്തുണ്ടാകുമെന്ന് UDF കരുതുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള സെമി ഫൈനൽ അല്ല, തദ്ദേശ പോര് ഫൈനൽ തന്നെയെന്നുറപ്പിച്ചാണ് BJP കളത്തിലിറങ്ങുന്നത്. മാസങ്ങൾക്കുള്ളിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ചൂണ്ടുപലകയാകും തദ്ദേശ തെരഞ്ഞെടുപ്പെന്ന വിലയിരുത്തലാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾക്ക്. അതിനാൽ അരയും തലയും മുറുക്കിയാണ് മുന്നണികൾ കളത്തിലിറങ്ങുന്നത്. നിലവിലെ മേൽക്കൈ നിലനിർത്താനാകുമെന്ന ഉറച്ച ആത്മവിശ്വാസത്തിലാണ് LDF. 3ാം തവണയും സംസ്ഥാന ഭരണമെന്ന ലക്ഷ്യത്തിലേക്കുള്ള ചുവടുവയ്പായി ഇടത് കേന്ദ്രങ്ങൾ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ കാണുന്നു. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇപ്രാവശ്യത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ തൂത്തുവാരി ഉജ്ജ്വലമായ ഒരു വിജയം, റെക്കോർഡ് വിജയമാണ് നേടാൻ ഉദ്ദേശിക്കുന്നത്. പതിവിലും നേരത്തെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി ഒരു മുഴം മുൻപേ എറിഞ്ഞു UDF. ഈ തെരഞ്ഞെടുപ്പിൽ UDF നമ്മുടെ സംസ്ഥാനത്ത് ഉജ്ജ്വലമായ വിജയം നേടും. ഈ സർക്കാർ ഒരു ജനവിരുദ്ധ സർക്കാരാണ് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിൽ UDF വിജയിച്ചിട്ടുണ്ട്. സർക്കാരിനെ വിചാരണ ചെയ്യാനുള്ള ഒരു അവസരം കൂടിയായിട്ടാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. തിരുവനന്തപുരം, തൃശൂർ കോർപ്പറേഷനുകൾ ഉൾപ്പെടെ വലിയ ലക്ഷ്യങ്ങളാണ് BJPക്ക്. എത്രയോ കൊല്ലം മാറി മാറി ഭരിച്ച LDFും UDFും എന്ത് ചെയ്തിട്ടുണ്ടെന്ന് ജനങ്ങൾക്ക് കൃത്യമായി മനസ്സിലായിട്ടുണ്ട്. അവർ മാറ്റം ആഗ്രഹിക്കുന്നു. ജനങ്ങൾക്ക് വേണ്ടി ജനസേവ ചെയ്യാനാണ് ഞങ്ങൾ ഇറങ്ങിയിരിക്കുന്നത്. ഞങ്ങൾ ഇന്ന് മുതൽ ഈ ഇലക്ഷൻ ക്യാമ്പയിൻ തുടങ്ങുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ LDF തേരോട്ടത്തിന് തടയിടാൻ സർവ്വതന്ത്രങ്ങളും മെനഞ്ഞാണ് UDFും NDAയും കളത്തിലിറങ്ങുന്നത്. 24 തിരുവനന്തപുരം. ബീഹാറിലേക്കാണ്. ബീഹാറിൽ നിതീഷ് കുമാർ തന്നെയാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെന്ന് BJP. ഇക്കാര്യത്തിൽ ഇനി ആശയക്കുഴപ്പം വേണ്ടെന്ന് സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള BJP നേതാവ് ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞു. നിതീഷ് കുമാറിന് അനുകൂലമായി സ്ത്രീകൾ ഒന്നടങ്കം വോട്ട് ചെയ്തതാണ് 1ാം ഘട്ടത്തിൽ പോളിംഗ് ശതമാനം ഉയരാൻ കാരണമെന്ന് കേന്ദ്രമന്ത്രി ജിതൻ റാം മാഞ്ചി 24നോട് പറഞ്ഞു. നാളെയാണ് 2ാം ഘട്ട വോട്ടെടുപ്പ്. നിതീഷ് കുമാറിനെ മുന്നിൽ നിർത്തിയാണ് തെരഞ്ഞെടുപ്പ് നേരിടുന്നതെങ്കിലും ആരാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന ചോദ്യത്തിന് NDA ഇതുവരെ കൃത്യമായ ഉത്തരം നൽകിയിരുന്നില്ല. 1ാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടന്ന 18 ജില്ലകളിൽ പട്ന ഒഴികെ മറ്റെല്ലായിടത്തും പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകളാണ് വോട്ട് ചെയ്തിരിക്കുന്നത്. 1ാം ഘട്ടത്തിലുണ്ടായ റെക്കോർഡ് പോളിംഗ് നിതീഷ് കുമാർ ഫാക്ടർ കാരണമാണെന്ന വിലയിരുത്തലാണ് NDA. 2ാം ഘട്ടത്തിലേക്ക് പോകുമ്പോൾ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി നിതീഷ് തന്നെയെന്ന് NDA പ്രഖ്യാപിക്കുകയാണ്.
इस चुनाव में जब नीतीश कुमार जी 250-250 किलोमीटर बाई रोड घूमते हैं प्रतिदिन, मैं पिछले 20-25 साल से उनको जानता हूं, मेरे को कोई फर्क देखने को नहीं मिला। നേരത്തെ തന്നെ പ്രഖ്യാപനമാവാമായിരുന്നു എന്ന നിലപാടാണ് സഖ്യകക്ഷിയായ ഹിന്ദുസ്ഥാനി ആവാം മോർച്ച നേതാവ് ജിതിൻ റാം മാഞ്ചി 24 പറഞ്ഞത്. नीतीश को हमने कोई नहीं बोलता था, तो 15 दिन पहले जीतन मांझी वाज जो ओनली मैन जो वॉइस आउट किया कि हम लोगों को डिक्लेयर कर देना चाहिए कि हम लोग का चीफ मिनिस्टर कौन होगा, और हम अपने मन से डिक्लेयर करते हैं कि चीफ मिनिस्टर नीतीश कुमार होंगे. RJDക്ക് മേൽക്കൈയുള്ള ബൂത്തുകളിൽ പ്രശ്നങ്ങളുണ്ടാക്കാൻ ബോധപൂർവമായ ശ്രമം നടക്കുന്നതായി തേജസ്വി യാദവ് ആരോപിച്ചു. ജയിച്ചാൽ വാഗ്ദാനങ്ങൾ പാലിക്കുമെന്ന് കോൺഗ്രസ് നേതാക്കളും ഇന്ന് പറഞ്ഞു. 20 ജില്ലകളിലായി 122 മണ്ഡലങ്ങളിലേക്കാണ് രണ്ടാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. തേജസ്വിയോ നിതീഷ് കുമാറോ ആരാകും മുഖ്യമന്ത്രി എന്ന് 14-ാം തീയതി അറിയാം. ബീഹാറിൽ നിന്നും വരുൺ വടശ്ശേരിക്കൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ, 24. തിരുവനന്തപുരം SIT ആശുപത്രിയിൽ പ്രസവത്തിന് പിന്നാലെ അണുബാധയെ തുടർന്ന് യുവതി മരിച്ച സംഭവത്തിൽ അന്വേഷണത്തിന് വിദഗ്ധ സമിതിയെ രൂപീകരിച്ചു. ആലപ്പുഴ, കോട്ടയം മെഡിക്കൽ കോളേജുകളിലെ വിദഗ്ധരെ ഉൾപ്പെടുത്തിയാണ് അന്വേഷണ സമിതി. 2 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കും. കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരം കരിക്കകം സ്വദേശിനിയായ ശിവപ്രിയ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വെച്ച് മരിച്ചത്. പ്രസവത്തിനിടെ SIT ആശുപത്രിയിൽ നിന്ന് അണുബാധയുണ്ടായി എന്നാണ് ബന്ധുക്കളുടെ ആരോപണം. ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും പ്രതിഷേധത്തെ തുടർന്നാണ് ആരോഗ്യവകുപ്പ് മന്ത്രി അന്വേഷണം പ്രഖ്യാപിച്ചത്. ആരോഗ്യമന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്ന് സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ സമിതിയെ നിയോഗിച്ചു. ആലപ്പുഴ, കോട്ടയം മെഡിക്കൽ കോളേജുകളിലെ വിദഗ്ധർ ഉൾപ്പെടുന്നതാണ് അന്വേഷണ സമിതി. പ്രസവത്തിനായി 22-ാം തീയതി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ശിവപ്രിയ 25-ന് ഡിസ്ചാർജ് ആയെങ്കിലും പിന്നീട് പനി ബാധിക്കുകയായിരുന്നു. പനി കൂടിയതിനെ തുടർന്ന് വീണ്ടും SITയിൽ പ്രവേശിപ്പിച്ചു. ഇന്നലെയാണ് മരണം സംഭവിച്ചത്. തുടർന്ന് കുടുംബം ചികിത്സാ പിഴവ് ആരോപണവുമായി രംഗത്തെത്തുകയായിരുന്നു. 24 തിരുവനന്തപുരം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പുതിയ പ്രസിഡന്റായി K. ജയകുമാറിനെ നിയമിച്ച് സർക്കാർ ഉത്തരവിറക്കി. 2 വർഷത്തേക്കാണ് നിയമനം. CPI നേതാവും മുൻമന്ത്രിയുമായ K. രാജുവിനെ ബോർഡ് അംഗമായും നിയമിച്ചു. നിലവിലെ ഭരണസമിതിയുടെ കാലാവധി അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെയാണ് പുതിയ പ്രസിഡന്റിനെയും അംഗത്തെയും നിയമിച്ചുള്ള സർക്കാർ ഉത്തരവ്. മുൻ ചീഫ് സെക്രട്ടറിയും നിലവിൽ IMG ഡയറക്ടറുമാണ് K. ജയകുമാർ. മുമ്പ് ശബരിമല ഉന്നതാധികാര സമിതി ചെയർമാനായും സ്പെഷ്യൽ കമ്മീഷണറായും പ്രവർത്തിച്ചിട്ടുണ്ട്. തുടങ്ങിക്കഴിയുമ്പോൾ അതിൻ്റെ ഫോൾട്ട് ലൈൻസൊക്കെ നമുക്ക് മനസ്സിലാക്കാം, അപ്പോൾ പരിഹരിച്ച് മുമ്പോട്ട് പോവുക. അവിടെ എന്തൊക്കെയാണ് കുഴപ്പം വരാൻ പോകുന്നത് നമുക്കറിയാം, കുറേയൊക്കെ അറിയാം. അതൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വരുന്ന തീർത്ഥാടകർക്ക് ബുദ്ധിമുട്ടില്ലാതെ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഒന്നാം പിണറായി സർക്കാരിൽ വനമന്ത്രിയായിരുന്നു K. രാജു. ബോർഡിലെ സംവരണ സമവാക്യം പാലിക്കുന്നതിന്റെ ഭാഗമായാണ് CPI രാജുവിന് അവസരം നൽകിയത്. പൂർണ്ണ സംതൃപ്തിയോടെയാണ് പടിയിറങ്ങുന്നതെന്ന് PS പ്രശാന്ത്. സത്യസന്ധമായും സുതാര്യമായും ഭക്തി നിർഭരമായും മാത്രമേ ഈ ബോർഡ് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളൂ എന്നുള്ളത് പരിപൂർണ ആത്മവിശ്വാസത്തോടുകൂടി പറയുവാൻ സാധിക്കും. വരുന്ന മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയതായും PS പ്രശാന്ത് വ്യക്തമാക്കി. 24 പത്തനംതിട്ട. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും കമ്മീഷണറുമായിരുന്ന N. വാസുവിനെ ഉടൻ അറസ്റ്റ് ചെയ്തേക്കും. ഹൈക്കോടതി നിയോഗിച്ച ജസ്റ്റിസ് KT ശങ്കരൻ ആറന്മുളയിലെ സ്ട്രോങ് റൂമിൽ പരിശോധന നടത്തി. അതേസമയം ഉണ്ണികൃഷ്ണൻ പോറ്റി, മുരാരി ബാബു എന്നിവരെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു. ഹൈക്കോടതിയിൽ അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കാൻ 2 ആഴ്ച മാത്രമാണ് ഇനി SIT സംഘത്തിന് മുന്നിലുള്ളത്. അവസാന ഘട്ടത്തിൽ ശാസ്ത്രീയ തെളിവുകൾ ഉൾപ്പെടെ പരമാവധി വിവരങ്ങൾ ശേഖരിക്കാനാണ് SIT നീക്കം. മുൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റും കമ്മീഷണറുമായ N. വാസുവിനെ അധികം വൈകാതെ SIT കസ്റ്റഡിയിലെടുത്തേക്കും. കട്ലപ്പാളി കേസിൽ 3-ാം പ്രതിയാണ് N. വാസു. കസ്റ്റഡി കാലാവധി അവസാനിക്കുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി, മുരാരി ബാബു എന്നിവരെ ഇന്ന് SIT കോടതിയിൽ ഹാജരാക്കി. ഇരുവരെയും കോടതി വീണ്ടും ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു. മുരാരി ബാബു സമർപ്പിച്ച ജാമ്യ ഹർജി 12-ാം തീയതി റാന്നി കോടതി പരിഗണിക്കും. അതേസമയം ആറന്മുളയിലെ ദേവസ്വം സ്ട്രോങ് റൂമിൽ ജസ്റ്റിസ് KT ശങ്കരൻ നടത്തുന്ന പരിശോധന വരും ദിവസങ്ങളിലും തുടരും. ആറന്മുളയിലെ പരിശോധന പൂർത്തിയാക്കി 14-ന് വീണ്ടും സന്നിധാനത്തെ സ്ട്രോങ് റൂമിൽ കൂടി പരിശോധന നടത്തും. 24 പത്തനംതിട്ട. ബോളിവുഡ് നടൻ ധർമ്മേന്ദ്രയുടെ നില അതീവ ഗുരുതരം. മുംബൈയിലെ ബ്രീച്ച് കാൻഡി ആശുപത്രിയിലെ വെന്റിലേറ്ററിലാണ് താരം. ശ്രീനാഥ് ചന്ദ്രൻ വിവരങ്ങളുമായി. ശ്രീനാഥ്, ഈ മാസം ആദ്യം ശ്വാസതടസ്സത്തെ തുടർന്ന് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ എന്താണ് ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്ന വിവരം?
അനുജ, മുംബൈയിലെ ബ്രീച്ച് കാൻഡി ആശുപത്രിയിലാണ് ഇപ്പോൾ ധർമ്മേന്ദ്ര ഉള്ളത്. അവിടെ വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് അദ്ദേഹത്തിന്റെ ജീവൻ നിലനിർത്തുന്നത് എന്നതാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. ഹേമാമാലിനി അടക്കമുള്ളവർ, അദ്ദേഹത്തിന്റെ ഭാര്യ ഹേമാമാലിനി അടക്കമുള്ളവർ ഇപ്പോൾ ആശുപത്രിയിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് ഒരാഴ്ചയിലധികമായി അദ്ദേഹം ചികിത്സയിലാണ്. തുടക്കത്തിൽ ശ്വാസതടസ്സവുമായാണ് ആശുപത്രിയിൽ എത്തിച്ചതെങ്കിൽ പിന്നീട് അദ്ദേഹത്തിന്റെ ആരോഗ്യനില ഇടയ്ക്ക് ഗുരുതരമാവുകയായിരുന്നു. പിന്നീടാണ് ICUയിലേക്ക് മാറ്റുന്നത്. ഇടയ്ക്ക് ആരോഗ്യം വീണ്ടും മെച്ചപ്പെട്ട് വരുന്നുണ്ടായിരുന്നു. ഇന്നിപ്പോൾ വീണ്ടും ആരോഗ്യനില വഷളായി എന്നതാണ് അറിയാൻ കഴിയുന്നത്. സണ്ണി ഡിയോൾ അടക്കമുള്ളവർ, അദ്ദേഹത്തിന്റെ മക്കൾ അടക്കമുള്ളവർ മുംബൈയിലേക്ക് ഇപ്പോൾ എത്തുന്നുണ്ട് എന്നത് നമ്മൾ അറിയുന്നുണ്ട്. അങ്ങനെ അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയെക്കുറിച്ച് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം അല്പം ആശങ്കാജനകമാണ് എന്നതാണ്. ഈ ആശുപത്രിയിലെ പ്രമുഖനായ കാർഡിയോളജിസ്റ്റിന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ചികിത്സ നടക്കുന്നത് എന്നത് നമ്മൾ മനസ്സിലാക്കുന്നു. ബോളിവുഡിനെ സംബന്ധിച്ചിടത്തോളം ഇതിഹാസ താരമാണ്, ഹീമാൻ ഓഫ് ബോളിവുഡ് എന്നറിയപ്പെടുന്ന അങ്ങനെ ഒരു വിശേഷണമുള്ള ഇതിഹാസ താരമാണ് ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നത്. 60കളിൽ അഭിനയ ജീവിതം തുടങ്ങി 70കളിൽ അദ്ദേഹത്തിന്റെ 90ാം പിറന്നാൾ അടുത്ത മാസമാണ്. ഏതായാലും അദ്ദേഹത്തിന്റെ ആരോഗ്യനില അല്പം ഗുരുതരമാണ് എന്ന ഏറ്റവും പുതിയ വിവരമാണ് ഇപ്പോൾ ശ്രീനാഥ് ചന്ദ്രൻ പങ്കുവച്ചത്. തിരുവനന്തപുരം കോർപ്പറേഷൻ കൈപ്പിടിയിൽ ഒതുക്കാൻ കനത്ത പോരിനൊരുങ്ങുകയാണ് മുന്നണികൾ. എല്ലാ സീറ്റിലേക്കും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചില്ലെങ്കിലും വൻപിച്ച പ്രചാരണത്തിനാണ് തലസ്ഥാന നഗരം വേദിയാകുന്നത്. കൊല്ലത്തും പത്തനംതിട്ടയിലും ആധിപത്യം നേടാൻ മുന്നണികൾ തീവ്ര ശ്രമത്തിലാണ്. തലസ്ഥാന നഗരത്തിന്റെ ഭരണം പിടിക്കുക 3 മുന്നണികൾക്കും ശ്രമകരം. രണ്ടും കൽപ്പിച്ച് ഭൂരിഭാഗം സീറ്റുകളിലും മുന്നണികൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. 101-ൽ 94 സ്ഥാനാർത്ഥികളെ UDFും 93 സ്ഥാനാർത്ഥികളെ LDFും പ്രഖ്യാപിച്ചു. 101 സീറ്റുകളാണ് നഗരസഭയിൽ ഉള്ളത്. 93 സ്ഥാനാർത്ഥികളെയാണ് ഇവിടെ ഇപ്പോ LDF പ്രഖ്യാപിക്കപ്പെടുന്നത്. മുൻ DGP R ശ്രീലേഖ, കായിക താരം പത്മിനി തോമസ് തുടങ്ങിയ പ്രമുഖർ ഉൾപ്പെടെ 67 സ്ഥാനാർത്ഥികളെയാണ് ആദ്യഘട്ടമെന്ന നിലയിൽ BJP പ്രഖ്യാപിച്ചത്. കഴിഞ്ഞ 2 തവണ കപ്പിനും ചുണ്ടിനുമിടയിൽ നഷ്ടപ്പെട്ട ഭരണം ഈ തവണ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഒരു സംവിധാനത്തിലേക്ക് വരും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഞങ്ങൾക്ക്. തലസ്ഥാനത്ത് 3ാമതായതിന്റെ നാണക്കേട് ഇത്തവണ മാറ്റുമെന്ന് ഉറപ്പിക്കുന്നു കോൺഗ്രസും UDFും. മുതിർന്ന നേതാവ് K മുരളീധരനാണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത്. അപ്പോൾ ഈ ഇലക്ഷൻ അഭിമുഖീകരിക്കുമ്പോൾ 2015-ലും 2020-ലും ഉണ്ടായ തിരിച്ചടികൾ അത് പരിഹരിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഇത്തവണ നേരത്തെ തന്നെ ഞങ്ങൾ തയ്യാറെടുപ്പുമായിട്ട് രംഗത്ത് വന്നത്. ഇടതുപക്ഷത്തിനോട് ആഭിമുഖ്യം പുലർത്തുന്ന സമീപനമാണ് എക്കാലവും കൊല്ലം ജില്ലയ്ക്ക്. 25 വർഷമായി തുടരുന്ന കോർപ്പറേഷൻ ഭരണം തുടരുമെന്ന് ഉറപ്പിച്ചു പറയുകയാണ് ഇടതുമുന്നണി. ഭരണം പിടിക്കാൻ UDFും BJPയും ശക്തമായ പ്രചരണ പ്രവർത്തനങ്ങളാണ് കാഴ്ചവെക്കുന്നത്. 3 മുന്നണികൾക്കും സ്വാധീനമുള്ള ജില്ലയാണ് പത്തനംതിട്ട. സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തിയായിട്ടില്ലെങ്കിലും വാശിയോടെ പ്രചാരണത്തിന് തുടക്കമായി. 24 തിരുവനന്തപുരം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മധ്യ കേരളത്തിലെ ശക്തി തെളിയിക്കുകയാണ് കേരള കോൺഗ്രസുകാരുടെ ലക്ഷ്യം. കോട്ടയത്ത് ജോസ് കെ മാണി വിഭാഗം കൂടുതൽ സീറ്റുകൾ നേടുമ്പോൾ ഇടുക്കിയിൽ PJ ജോസഫ് UDFിനോട് സമ്മർദ്ദതന്ത്രം പയറ്റുകയാണ്. ആർക്കും കേവല ഭൂരിപക്ഷമില്ലാത്ത തൃശൂരിലും 2020ക്ക് സ്വാധീനമുള്ള എറണാകുളത്തും മത്സരം കടുക്കും. കേരള കോൺഗ്രസുകൾ തമ്മിലുള്ള മത്സരമാണ് മധ്യ കേരളത്തിൽ. കേരള കോൺഗ്രസ് M മുന്നണിയിലെത്തിയത് നേട്ടമെന്ന വിലയിരുത്തലിലാണ് CPIM. അതുകൊണ്ട് തന്നെയാണ് കോട്ടയത്ത് അധികം വന്ന പുതിയ ഡിവിഷനുകൾ CPIയെ തഴഞ്ഞ് കേരള കോൺഗ്രസിന് ലഭിച്ചതും. സാന്നിധ്യമുള്ള പ്രദേശങ്ങൾ കൂടുതൽ തരണമെന്ന് ആവശ്യപ്പെടുകയും അത് കുറച്ച് സ്ഥലങ്ങൾ നമുക്ക് ലഭിക്കുകയും ചെയ്തു. പിന്നെ ചില അങ്ങോട്ടും ഇങ്ങോട്ടുള്ള നീക്കുപോക്കുകളുടെ ഒരു അവസാന ഘട്ടത്തിലാണ് നിൽക്കുന്നത്. ഏതൊക്കെയാലും വലിയൊരു പ്രതീക്ഷയിലാണ്. പാലാ കടുത്തുരുത്തി മേഖലകളിൽ മുന്നണികളിലെ അസ്വാരസ്യങ്ങൾ എങ്ങനെ ഇരു കേരള കോൺഗ്രസുകളെയും ബാധിക്കുമെന്നത് ശ്രദ്ധേയം. ഇടുക്കിയിൽ നേട്ടം കൊയ്യുകയാണ് PJ ജോസഫ് വിഭാഗം ലക്ഷ്യമിടുന്നത്. 5ാമതൊരു സീറ്റിൻ്റെ കൂടെ ഒന്നുകൂടെ തന്നല്ലേ പറ്റുള്ളൂ. അത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അത് വന്നാൽ ജില്ലാ പഞ്ചായത്ത് ഇടുക്കി ജില്ലയിൽ ജയിക്കും, ഒരു സംശയമില്ല. നല്ല ഭൂരിപക്ഷത്തിന് നഗരസഭ വിജയമുണ്ട്. തൃശൂരിൽ മേയർ MK വർഗീസിന്റെ രാഷ്ട്രീയ നിലപാട് കൂടുതൽ ചർച്ചയാകുമെന്നുറപ്പ്. ഒരു ചരിത്ര സംഭവം തൃശ്ശൂരിൽ നടന്നിരിക്കുന്നു. 1500 കോടി രൂപയുടെ വികസനം കാഴ്ചവെച്ച ഒരു മേയർ തൃശ്ശൂരുണ്ടായിരുന്നു എന്ന് ബോധ്യപ്പെട്ടു. ആ ബോധ്യപ്പെട്ടതിന്റെ ഭാഗമായി ഇനി അവർ ചിന്തിക്കട്ടെ എന്ത് വേണമെന്ന്. കൊച്ചി കോർപ്പറേഷനിൽ ഉൾപ്പെടെ 1500 സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കി സജീവമാകാനാണ് 2020യുടെ തീരുമാനം. 86 സീറ്റുകളിലേക്ക് ഞങ്ങൾ മത്സരിക്കുകയാണത്. അപ്പോൾ അങ്ങനെ 2020 ഭരണം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൊച്ചി തന്നെ ഈ സൗത്ത് ഇന്ത്യയിൽ ഏറ്റവും നല്ല ഒരു സിറ്റിയായിട്ട് മാറ്റുക എന്നുള്ളതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്.
അപ്പോൾ അതാണ് ഏറ്റവും ഞങ്ങൾ ഈ തവണത്തെ മത്സരത്തിൽ ഏറ്റവും ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് കൊച്ചിൻ കോർപ്പറേഷനാണ്. LDFന്റെ കോട്ട എന്ന് വിശേഷിപ്പിക്കാവുന്ന ആലപ്പുഴയിൽ G. സുധാകരനും നേതൃത്വവുമായുള്ള പടലപ്പിണക്കങ്ങൾ CPIഎമ്മിന് വെല്ലുവിളിയാണ്. 24 കൊച്ചി. തീപാറും രാഷ്ട്രീയ പോരാട്ടത്തിനായിരിക്കും മലബാർ സാക്ഷ്യം വഹിക്കുക. സംസ്ഥാനത്തെ തലപ്പൊക്കമുള്ള നേതാക്കളുടെ തട്ടകങ്ങളിൽ വിജയം 3 മുന്നണികൾക്കും അഭിമാന പ്രശ്നമാണ്. മേഖലയിലെ ലീഗിന്റെ സ്വാധീനവും കോഴിക്കോട്, കണ്ണൂർ കോർപ്പറേഷനുകളിലേക്കുള്ള മത്സരങ്ങളുമായിരിക്കും മലബാറിനെ ശ്രദ്ധാകേന്ദ്രമാക്കുക. അപ്രതീക്ഷിത വഴിത്തിരിവുകളുടെ അകമ്പടിയോടെയാണ് മലബാർ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടക്കുന്നത്. കോഴിക്കോട് സീറ്റ് ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെ കോൺഗ്രസിനെ ഞെട്ടിച്ച് നടക്കാവ് കൗൺസിലർ അൽഫോൺസ ആം ആദ്മിയിൽ ചേർന്ന് മാവൂരിൽ മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചു. വർഷങ്ങളായി കോൺഗ്രസിന്റെ കൈവശമുള്ള ചാലപ്പുറം വാർഡ് CMPക്ക് വിട്ടു നൽകിയതും പൊട്ടുതെറിയിലെത്തി. പ്രതിഷേധിച്ച് മണ്ഡലം പ്രസിഡന്റ് M. അയ്യൂബ് DCC പ്രസിഡന്റിന് രാജിക്കത്ത് കൈമാറി. കോഴിക്കോട് രമേശ് ചെന്നിത്തല എത്തിയാണ് കോൺഗ്രസിന്റെ കരുനീക്കങ്ങൾ. സമസ്തയുടെ പിന്തുണ തേടി ചെന്നിത്തല ജിഫ്രി മുത്തുക്കോയ തങ്ങളെ കണ്ടു. 22 സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെയാണ് ഏകകണ്ഠമായി ഇന്നിവിടെ പ്രഖ്യാപിക്കുന്നത്. കോഴിക്കോട് നഗരത്തിൻ്റെ നഷ്ടപ്രതാപങ്ങൾ വീണ്ടെടുക്കാൻ, മലബാറിൻ്റെ തലസ്ഥാനമായ കോഴിക്കോടിൻ്റെ അന്തസ്സ് ഉയർത്തിപ്പിടിക്കാൻ UDF നേതൃത്വത്തിലുള്ള ഒരു ഭരണത്തിന് മാത്രമേ കഴിയുള്ളൂ എന്നത് തെളിയിക്കപ്പെട്ട കാര്യമാണ്. BJP ഇക്കുറി കൂടുതൽ ന്യൂനപക്ഷ നേതാക്കളെ ഇറക്കുമെന്ന് K. സുരേന്ദ്രൻ. BJP ഭരിക്കുന്ന പാലക്കാട് മുനിസിപ്പാലിറ്റി പിടിച്ചെടുക്കാനുള്ള ശ്രമത്തിലാണ് LDFും UDFും. മറ്റു ജില്ലകളിലും സീറ്റ് വിഭജന ചർച്ചകൾ പുരോഗമിക്കുകയാണ്. കാസർഗോഡ് ബ്ലോക്ക് ജില്ലാ ഡിവിഷനുകളിലെ സീറ്റിനെ ചൊല്ലി NCPയും INLും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവാത്തത് LDFിനെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. മുനിസിപ്പാലിറ്റിയിൽ കോൺഗ്രസ് ലീഗ് തർക്കം പരിഹരിക്കാനും കഴിഞ്ഞിട്ടില്ല. കണ്ണൂരിൽ മുസ്ലിം ലീഗ് അധിക സീറ്റ് വേണമെന്ന ആവശ്യത്തിലാണ്. 24 കോഴിക്കോട്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ PSC പരീക്ഷകൾ മാറ്റി. ഡിസംബർ 8 മുതൽ 12 വരെ നടത്തുവാൻ നിശ്ചയിച്ചിരുന്ന പരീക്ഷകൾ 2026 ഫെബ്രുവരിയിലേക്കാണ് മാറ്റിയത്. പരീക്ഷാ തീയതി പിന്നീട് അറിയിക്കും. ആരോഗ്യമന്ത്രിയുമായുള്ള ചർച്ചയ്ക്ക് ശേഷം KGM-CTA സമരം തുടരുമെന്നറിയിച്ചിരിക്കുന്നു. പോസിറ്റീവായ സമീപനമാണ്, പക്ഷേ രേഖാമൂലമുള്ള ഉറപ്പ് നൽകിയിട്ടില്ല. 13-ാം തീയതിയുള്ള OP ബഹിഷ്കരണവും ഉണ്ടാകും എന്നുള്ളതാണ് KGM-CTAയുടെ അറിയിപ്പ്. PM-ശ്രീ പദ്ധതി മരവിപ്പിച്ചത് കേന്ദ്രത്തെ അറിയിച്ച സംസ്ഥാന സർക്കാർ. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനുമായുള്ള കൂടിക്കാഴ്ചയിലാണ് മന്ത്രി V. ശിവൻകുട്ടി സംസ്ഥാനത്തിന്റെ നിലപാട് അറിയിച്ചത്. മന്ത്രിസഭാ ഉപസമിതിയുടെ റിപ്പോർട്ടിന് ശേഷം ഇക്കാര്യം രേഖാമൂലം അറിയിക്കുമെന്ന് മന്ത്രി V. ശിവൻകുട്ടി പറഞ്ഞു. CPIയുടെ എതിർപ്പിനെ തുടർന്ന് പദ്ധതിയിൽ നിന്ന് പിൻവാങ്ങാൻ തീരുമാനിച്ചെങ്കിലും ഔദ്യോഗികമായി കേന്ദ്രത്തെ ഇക്കാര്യം അറിയിച്ചിരുന്നില്ല. തീരുമാനമെടുത്ത ആഴ്ച 1 കഴിഞ്ഞിട്ടും സർക്കാർ കേന്ദ്രത്തിന് കത്തയക്കാത്തത് പലരിലും സംശയമുണ്ടാക്കി. അതിനിടെയാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയെ നേരിൽ കണ്ട് സംസ്ഥാനത്തിന്റെ നിലപാട് അറിയിച്ചത്. ഒരു ചർച്ചയും നടത്തി ഒരു റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന് വേണ്ടി മാറ്റി വച്ചിരിക്കുകയാണെന്നുള്ള വിവരം പറഞ്ഞു. മന്ത്രിയാവുവാൻ അറിയിച്ചു. ക്യാപ്റ്റൻ അബൈൻസിൽ വെക്കുകയാണ്. അത് നടന്ന കാര്യം അതേ കണക്ക് തന്നെ പറഞ്ഞു. രേഖാമൂലം ഇനി അറിയിക്കുകയുള്ളൂ. ഇല്ല, ഞാനിത് ഇന്നിപ്പോൾ വാക്കാൽ പറഞ്ഞിട്ടുണ്ട്. പദ്ധതിയിൽ നിന്ന് പിന്മാറുമെന്ന വാക്ക് പാലിച്ചില്ലെങ്കിൽ അക്കാര്യം പിന്നീട് നോക്കാമെന്നായിരുന്നു CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ പ്രതികരണം. ബിനോയ് വിശ്വത്തിന്റെ മുന്നറിയിപ്പിൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ മറുപടി ഇങ്ങനെ: ഞങ്ങൾ ആ പ്രശ്നങ്ങളുടെ തീർന്ന ലോക്കൽ ബോഡി ഇലക്ഷനിലേക്ക് ഐക്യത്തോടെ പോവുകയാണ്. ഇനി ഒരു കുഴപ്പമുണ്ടാകുന്നുണ്ട്. ഒരു മുന്നണിയല്ലേ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ലേ. ഞങ്ങൾ രണ്ടും ചട്ടിങ്കലാകുമ്പോൾ തട്ടിപ്പൂട്ടിയൊക്കെ കിടക്കും. അത് പ്രശ്നമൊന്നുമില്ല. കുടിശ്ശിക ഇനത്തിൽ കേരളത്തിന് കിട്ടാനുള്ള 1166 കോടി രൂപയുടെ SSA ഫണ്ട് റിലീസ് ചെയ്യണമെന്നും കൂടിക്കാഴ്ചയിൽ ആവശ്യപ്പെട്ടു. പദ്ധതി മരവിപ്പിക്കാനുള്ള സംസ്ഥാന നിലപാട് കേന്ദ്രം അംഗീകരിക്കുമോ തള്ളുമോ എന്നതിലാണ് ആകാംക്ഷ. എന്തായാലും ഔദ്യോഗികമായി സംസ്ഥാനം കത്തയക്കുന്നതുവരെ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് പ്രതികരണം ഉണ്ടാകില്ലെന്നാണ് വിവരം. 24 ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.